സാമൂഹിക വ്യാവസായിക രംഗത്തെ സമാനതകളില്ലാത്ത വ്യക്തിവൈശിഷ്ട്യത്തിന് മാതൃകയാകുകയാണ് ഈ മലയാളി പ്രതിഭ. കൊച്ചൗസേപ്പ് ചിറ്റലപ്പള്ളി എന്ന തൃശൂർ പറപ്പൂർക്കാരൻ കേരളത്തിന്റെ എന്നല്ല ഇന്ത്യയുടെ തന്നെ വൈദ്യുതി സംരക്ഷണ നിയന്ത്രണ രംഗത്ത് ഒരു വിത്തില്ലധിക പോലെ എത്തി സാമൂഹിക ജീവകാരുണ്യ മേഖലകളിൽ വിശുദ്ധിയുടെ കമ്രശോഭ പരത്തിയ കൊച്ചൗസേപ്പ് മാത്സര്യം മുറ്റുന്ന ആധുനിക ലോകത്തിന് ആശ്ചര്യം പൊക്കുന്ന വേറിട്ട സാന്നിധ്യമാവുകയാണ്. സ്വന്തം അധ്വാനം 3 ദശകം കൊണ്ട് 1000 കോടിയിൽ പരമെത്തുമ്പോൾ അവയവദാനത്തിലൂടെ പരസ്നേഹ സ്പർശനത്തിന് വ്യത്യസ്തതയുടെ വെള്ളത്തൂവൽ നൽകുകയാണ് ഈ കാരുണ്യമനസ്കൻ. അതുകൊണ്ട് തന്നെ കൊച്ചൗസേപ്പിന്റെ അവിശ്വസനീയമായ ജീവിത വഴി പുതുലോകത്തിന് കൗതുകത്തിന്റെയും ആദരവിലുമൂന്നിയ വലിയ പാഠമാണ് സമ്മാനിക്കുന്നത്. ആ ജീവിതരേഖ 2 ഭാഗങ്ങളിലായി പറയുകയാണ്. ലാളിത്യത്തിന്റെ അത്ഭുത ദ്വീപിൽ. കൊച്ചി നഗരം കേരളത്തിന്റെ വ്യാവസായിക നഗരം, ഒപ്പം ആരോഗ്യ സാക്ഷരതയുടെ സമ്പന്ന നഗരവുമാണിത്. ആരോഗ്യരംഗത്തും വ്യാവസായിക രംഗത്തും ഒരു കുതിപ്പിന്റെ സഞ്ചാരത്തിലാണ് ഈ തുറമുഖ നഗരം. അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് സംഭാവനകൾ നൽകുന്ന വ്യക്തിപ്രഭാവങ്ങളും ശ്രദ്ധിക്കപ്പെടുകയാണ്. കൊച്ചിയുടെ ഈ മാറ്റത്തിനും വളർച്ചയ്ക്കുമൊപ്പം ഈ നഗരം ആസ്ഥാനമാക്കി നിന്നുകൊണ്ട് കേരളത്തിന്റെയും അതുവഴി ഇന്ത്യയുടെ തന്നെയും സമഗ്ര വളർച്ചയ്ക്ക് ചാലകശക്തികളാകുന്ന വ്യക്തിപ്രഭാവങ്ങളും ശ്രദ്ധേയമാവുകയാണ്. അതിലൊരു വേറിട്ട വ്യക്തിയെ തേടിയെത്തുകയാണ് ഈ പ്രഭാതത്തിൽ. ദേശീയപാതയിൽ വൈറ്റിലയ്ക്ക് സമീപം തലയെടുപ്പോടെ നിൽക്കുന്ന ചിറ്റലപ്പള്ളി വീട്ടിലേക്ക്. ഇവിടെയാണ് കർമ്മം കൊണ്ടും മനസ്സുകൊണ്ടും സമകാലിക ചുറ്റുപാടിൽ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ആദരവുണ്ടാക്കുന്ന വ്യാവസായിക പ്രതിഭ. കൊച്ചൗസേപ്പ് തന്റെ അസാധാരണ ജീവിതത്തിന്റെ ഒരു ദിനത്തിലേക്ക് തികച്ചും സാധാരണക്കാരനെ പോലെ നടന്നിറങ്ങുകയാണ്. കാലങ്ങൾ പിന്നിട്ടിട്ടും തെറ്റിക്കാത്ത പ്രഭാത വ്യായാമത്തിലൂടെ കർമ്മനിരതമായ യൗവനം ഉറപ്പിച്ച് മുന്നോട്ട് നീങ്ങുകയാണ്. അടുക്കളയിൽ വി-സ്റ്റാർ പ്രസ്ഥാനത്തിന്റെ മേധാവിയും ചിത്രകാരിയുമായ ഭാര്യ ഷീല കട്ടൻ ചായയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. ദേശീയപാതയ്ക്കരികിലെ ഈ വിശാലമായ പൂന്തോട്ടത്തിൽ 6 വലം, അതാണ് പതിവ്. പ്രകൃതിയെയും പച്ചപ്പിനെയും സ്നേഹിക്കുന്ന ഗ്രാമീണന് ഈ നടത്തം തന്നെ ഒരു ദിനത്തിലേക്കുള്ള ഊർജ സംഭരണമാണ്. ഇനി ഇവനുമായി ചങ്ങാത്തം. കൊച്ചൗസേപ്പിന്റെയും ഷീലയുടെയും ഓമനയാണ് ഈ പെപ്പർ. ഇവന്റെ മുൻ തലമുറക്കാർ ഇവിടെയുണ്ടെങ്കിലും പെപ്പറിനോടാണ് മമത കൂടുതൽ. ഓടിയും കളിച്ചും അരമണിക്കൂർ. ഇനി അല്പം പൂന്തോട്ട പരിപാലനത്തിലേക്കാണ്. അത് ഷീലയുടെ കർമ്മപരിധിയിലാണെങ്കിലും പരിപാലനത്തിൽ ഒരു കൂട്ടായ്മ എന്നതാണ് ചിട്ട. ബോൺസായും ബൊഗേനും മാത്രമല്ല, വ്യത്യസ്ത ഓർക്കിഡുകളും ഈ പച്ചപ്പിനെ നിറസമ്പുഷ്ടമാക്കുകയാണ്. പ്രകൃതിയോടും പച്ചപ്പിനോടുമുള്ള ഇവരുടെ വൈകാരിക സമീപനമാണ് ഈ നിറസമൃദ്ധിയിൽ
ഷീലയുടെ ചായക്കൊപ്പം പത്രവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. രാഷ്ട്രീയ വർത്തമാനങ്ങളും പ്രാദേശിക വിശേഷങ്ങളും ഓഹരി വിപണിയും ബിസിനസ് വാർത്തകളുമൊക്കെയായി ഒരു മണിക്കൂർ. അപ്പോഴേക്കും സമയം 8:30. ഇനി കുളിയും പ്രാതലും കഴിഞ്ഞ് ഓഫീസ് തിരക്കിനുള്ള സമയമാണ്. അതിനു മുമ്പാണ് നമുക്കുള്ള അഭിമുഖവും. ചിറ്റിലപ്പള്ളി വീട്ടിലെ പ്രാതലും ലളിതവും സവിശേഷവുമാണ്. 60-ലെത്തുമ്പോഴും 20-ന്റെ യൗവനം സൂക്ഷിക്കുന്ന കൊച്ചൗസേപ്പിന്റെ ആരോഗ്യരഹസ്യം ഈ ലാളിത്യമാണ്. നാടൻ കൂരവ് കുറുക്കിയത് 1 കപ്പ്, പിന്നെ നാടൻ പഴങ്ങൾ. ഇന്നീ തീന്മേശയിൽ പുറകിലെ പറമ്പിൽ കാച്ച തേൻവരിക്കയാണ്. ഷീലയും ഇതേ ഡയറ്റ് തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. നാഗരികത ഏറുമ്പോഴും ഗ്രാമത്തിന്റെ വിശുദ്ധിയും നൈർമല്യവും മനസ്സിൽ മാത്രമല്ല ജീവിത വഴിയിലും കാക്കുന്ന കൊച്ചൗസേപ്പ് താൻ കടന്നുവന്ന വഴികളെ മറക്കുന്നില്ലെന്ന് മാത്രമല്ല ആദരവോടെ പിന്തുടരുക കൂടിയാണ്. തൃശൂരിലെ പറപ്പൂർ എന്ന ഗ്രാമീണ മേഖലയിൽ കർഷക കുടുംബത്തിൽ പറന്ന കൊച്ചൗസേപ്പ് ആ ഓർമ്മകളാണ് ആദ്യം നമ്മോട് പങ്കുവച്ചത്. ഞാൻ ജനിച്ചതും വളർന്നതും തൃശ്ശൂരടുത്ത് പറപ്പൂര് എന്ന് പറഞ്ഞൊരു ചെറിയ ഗ്രാമം. തൃശ്ശൂർ ടൗണിൽ നിന്ന് 16 കിലോമീറ്റർ മാറിയിട്ട്. അതും അന്നത്തെ കാലത്ത് അവിടെ റോഡൊന്നും ടാർ ചെയ്തിട്ട് പോലുമില്ല, ചെമ്മൺ പാതയാണ്. അപ്പോൾ കുട്ടികളൊന്നും സ്കൂളിൽ പോകുന്ന സമയത്ത് ചെരുപ്പ് ഉപയോഗിക്കുകയില്ല. കാരണം ഒരു പെയർ ചെരുപ്പ് ഉണ്ടാവും, പക്ഷെ അതൊക്കെ വല്ല പെരുന്നാളിനോ അല്ലെങ്കിൽ കല്യാണത്തിന് പോകാനോ അല്ലെങ്കിൽ ടൗണിൽ പോകാനോ മാത്രമൊക്കെ ഉപയോഗിക്കുള്ളൂ. സ്കൂളിൽ പോകുമ്പോൾ ചെമ്മൺ പാതയിൽ കൂടെ ചെളിയൊക്കെ ചവിട്ടി ഇങ്ങനെ മറ്റുള്ളവരുടെ മേത്ത് വെള്ളമൊക്കെ തെറിപ്പിച്ച് അങ്ങനത്തെ ഒരു സ്റ്റൈലായിരുന്നു ആ കാലഘട്ടം. പറപ്പൂരിലെ കർഷകനായ ജോസഫിന്റെയും ഞാറക്കലിലെ സമ്പന്ന കുടുംബത്തിലെ മറിയാമ്മയുടെയും 6 മക്കളിൽ 4-മനായ കൊച്ചൗസേപ്പ് ആ ഗ്രാമീണ വഴികളിലൂടെയാണ് ജീവിത സഞ്ചാരം തുടങ്ങുന്നത്. കർഷക വീട്ടിലെ പശുവിന് പുല്ലുതീറ്റിച്ചും കാടി കൊടുത്തും കോഴികൾക്ക് തീറ്റ കൊടുത്തും അനുസരണയുള്ള ഓമനയായാണ് കൊച്ചൗസേപ്പ് വളർന്നത്. വീട്ടിൽ സ്വാഭാവികമായിട്ടും കർഷക കുടുംബത്തിൽ ജനിച്ച കാരണം അവിടെ പശുക്കളുണ്ട്, പിന്നെ കോഴി അല്ലെങ്കിൽ അങ്ങനത്തെ അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ. അപ്പോൾ അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം വന്ന് കുട്ടികൾ കുറേ ജോലികൾ ചെയ്യണം. കോഴിക്കൂട് അടയ്ക്കുക, അല്ലെങ്കിൽ കോഴിക്കുഞ്ഞിന് തീറ്റ കൊടുക്കുക, അല്ലെങ്കിൽ പശുക്കുട്ടിക്ക് വെള്ളം കൊടുക്കുക, അതിനെ പിടിച്ച് കെട്ടുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അന്ന് അത് എൻ്റെ കാര്യം മാത്രമല്ല, അന്ന് ആ നാട്ടിൽ കുട്ടികളുടെ ഒരു ജോലിയും കൂടിയായിരുന്നു അതൊക്കെ. കുട്ടിക്കാലത്ത് കളിപ്പാട്ടങ്ങൾ, കളിമൺ ശില്പങ്ങൾ ഉണ്ടാക്കുക, അങ്ങനത്തെ താല്പര്യങ്ങളുണ്ടായിരുന്നോ? കുറച്ച് ഇങ്ങനത്തെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കൂടുതലായിരുന്നു. കാരണം എനിക്കെന്തോ സ്പോർട്സിലോ ഗെയിംസിനകത്തോ ഞാൻ എൻ്റെ കഴിവ് തെളിയിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തിരുന്നു. അതായത് കിളികളെ വളർത്തുക, അല്ലെങ്കിൽ അണ്ണാനെ വളർത്തുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സൈഡ് ആക്ടിവിറ്റീസ് ആയിരുന്നു. പഠിക്കാൻ എങ്ങനെയായിരുന്നു? മിടുക്കനായിരുന്നോ? ഞാൻ പറയുകയാണെങ്കിൽ ഒരു ജസ്റ്റ് ആവറേജ് ഓർ എബവ് ആവറേജ് എന്നാ ഞാൻ എന്നെ തന്നെ വിലയിരുത്താറുള്ളൂ. കാരണം പഠിക്കാൻ മിടുക്കനായിരുന്നെങ്കിലും കുഞ്ഞുനാളിലെ കൊച്ചു ശാസ്ത്ര കുതിക്കു കൂടിയായിരുന്നു. ഇടവക പള്ളിയോട് ചേർന്നുള്ള പള്ളിക്കൂടത്തിൽ മറ്റു കുട്ടികൾ പഠിത്തത്തിന് ശേഷം കളിയുടെ വഴികളിലേക്ക് നീങ്ങുമ്പോൾ ഔസേപ്പിന് കമ്പം വായനയോടായിരുന്നു. അതും ശാസ്ത്ര പുസ്തകങ്ങളോട്.
ഗലീലയും സോക്രട്ടീസും ഐൻസ്റ്റീനുമൊക്കെ കുരുന്നു ഹൃദയത്തെ സ്പർശിച്ചു. കുസൃതിയുടെ കാര്യത്തിലും പഠിത്തത്തിലെന്ന പോലെ ആവറേജ് തന്നെയായിരുന്നു കൊച്ചൗസേഫ്. കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു? കുസൃതിയായിരുന്നോ? കുസൃതിത്തരത്തിന് മോശം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അന്ന് അവിടെ ഈ റോഡ് നന്നാക്കാനായിട്ട് അവിടെ ഈ ഡ്രമ്മ് കൊണ്ടുവന്ന് വയ്ക്കും, അത് ഈ ടാർ വീപ്പകൾ. അപ്പോൾ അതിൻ്റെ പക്കത്ത് ഈ ടാറ് കട്ട പിടിച്ചിരിപ്പുണ്ടാവും. അപ്പോൾ ഞങ്ങൾ കുട്ടികൾ, പ്രത്യേകിച്ച് ആൺപിള്ളേർ, അതൊക്കെ മാന്തിയെടുത്ത് ഉരുട്ടി അതുകൊണ്ട് ചെറിയ ചെറിയ ശില്പങ്ങൾ, ചെറിയ ചെറിയ രൂപങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട്. ശാസ്ത്ര വിഷയങ്ങളോട് ആയിരുന്നു താല്പര്യം അന്ന് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിക്കാലത്ത്? സയൻസിനോടായിരുന്നു താല്പര്യമെല്ലാം. അപ്പോൾ അതിനോട് പ്രത്യേകിച്ചൊരു താല്പര്യം ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഞാൻ 3-ാം ക്ലാസ് 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ആ നാട്ടിൻപുറത്ത് ഇലക്ട്രിസിറ്റി വരുന്നത് തന്നെ. അതുവരേക്ക് മണ്ണെണ്ണ വിളക്ക് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇലക്ട്രിസിറ്റിയൊക്കെ വരുന്നതും അതിന് വീട്ടിൽ വയറിങ് നടക്കുന്നതും റോട്ടിൽ ഇലക്ട്രിസിറ്റി വരാൻ വേണ്ടിയിട്ട് കാല് കുഴിച്ചിടുന്നതും ലൈൻ വലിക്കുന്നതും. അപ്പോൾ ഞാനൊക്കെ അതിൻ്റെ പുറകെ ഭയങ്കര കൗതുകത്തോടെ നോക്കി നിന്നിരുന്ന ഒരാളാണ്. പക്ഷേ അതേസമയം എൻ്റെ ഒപ്പമുള്ള ഫ്രണ്ട്സൊക്കെ അതിനകത്ത് അത്ര വലിയ ഗൗരവം കൊടുത്തിരുന്നില്ല. പക്ഷേ എനിക്ക് അതിനോട് വലിയൊരു ഫാസിനേഷനായിരുന്നു. മറ്റു കുട്ടികൾക്കില്ലാത്ത കൗതുകം വൈദ്യുതിയോടും അത് വരുന്ന വഴിയോടും കൊച്ചൗസേഫിന് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ റേഡിയോ വന്ന ശേഷം അതിന്റെ ശാസ്ത്രീയ വശം കണ്ടെത്താനായിരുന്നു താല്പര്യം. അവ അഴിച്ചു പരിശോധിക്കുവാനും പണിയുവാനും കുരുന്നു മനസ്സിൽ താല്പര്യം വന്നണഞ്ഞു. കുട്ടിക്കാലത്തായിരുന്നല്ലോ ഇലക്ട്രിസിറ്റി വന്നതും അതുപോലെ തന്നെ റേഡിയോ ആദ്യമായി കാണുന്നതുമൊക്കെ. അതിൻ്റെ ഒരു അനുഭവങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ? എനിക്ക് തോന്നുന്നൊരു 5-6 പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് വീട്ടിൽ റേഡിയോ വാങ്ങിക്കുന്നത് തന്നെ, ഒരു റേഡിയോ. അപ്പോൾ അതൊന്നും കുട്ടികളൊന്നും തൊടാൻ പാടില്ല, കാരണം അത് വളരെ പൊക്കത്തിലാണ് അതൊക്കെ വെച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ പിന്നെ 5-6 ആയതുകൊണ്ട് എനിക്ക് അതും തൊടാനുള്ള അനുവാദമുണ്ട്. പക്ഷേ 3-ലും 2-ലൊക്കെ പഠിക്കുന്നവർക്കൊന്നും അത് തൊടാനേ പാടില്ല. ആ ഉയരത്തിൽ അത് വെക്കുക. പാരൻസ് കാണാതെ അതിൻ്റെ പുറകെ അഴിച്ചു നോക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു. ചിലതൊക്കെ അഴിച്ചു നോക്കിയിട്ടുണ്ട്, ചിലതൊക്കെ കേടാക്കിയിട്ടുണ്ട്. തന്നെയല്ല, തൊട്ടടുത്ത വീടുകളിലൊന്നും പലർക്കും റേഡിയോ ഇല്ല. അപ്പോൾ അവർ ഞായറാഴ്ചകളിൽ ഈ എന്താണ് ശബ്ദരേഖ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഒരു 2:30 തൊട്ട് 5:30 വരയ്ക്ക് ഫുൾ ശബ്ദരേഖ. അത് കേൾക്കാനായിട്ട് അടുത്തുള്ള വീട്ടിലെ ആൾക്കാരൊക്കെ വന്ന് അവിടെ ഉമ്മർത്തും അകത്തൊക്കെ ഇരിക്കും. അത് കാണുമ്പോൾ, അത് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ അതിനോടൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു, എങ്ങനെ അത് പ്രവർത്തിക്കുന്നു എന്ന് അറിയാനൊക്കെ. എപ്പോഴും ഈവൻ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോഴും അത്യാവശ്യം എന്തെങ്കിലും ഇലക്ട്രിക് സാധനങ്ങൾ റിപ്പയർ ചെയ്യുക, അപ്പോൾ അതിനൊക്കെ എനിക്ക് എന്തോ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. എനിക്ക് അത് സാധിച്ചിരുന്നു. അപ്പോൾ ഈവൻ അയൽവക്കത്തുള്ളവർ പോലും എന്നെ ആശ്രയിച്ചിരുന്നു, പലതും എന്തെങ്കിലും കേടായാലും റിപ്പയർ ചെയ്യാനായിട്ട്. എനിക്കത് ശരിയാക്കാൻ പറ്റിയിരുന്നു എന്നുള്ളത് എനിക്ക് തന്നെ സന്തോഷമുണ്ട്. കോളേജ് കാലത്തെക്കുറിച്ചൊന്ന് പറയാമോ? ഏത് കോളേജിലാണ് പഠിച്ചത്? കോളേജ് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചത് ക്രൈസ്റ്റ് കോളേജ് ഇരിഞ്ഞാലക്കുട. അവിടെ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. പിന്നെ BScയും MScയും പഠിച്ചത് സെയിൻറ് തോമസ് കോളേജ് തൃശ്ശൂരായിരുന്നു. 10ാം ക്ലാസ് മികവോടെ പാസ്സായി ഇരിങ്ങാലക്കുടയിൽ പ്രീ ഡിഗ്രിയും തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിൽ ബിരുദത്തിനും ചേർന്ന കൊച്ചൗസേഫ് അങ്ങനെ വ്യത്യസ്ത വഴികളിലൂടെ സഞ്ചരിച്ചു. സയൻസിന്റെ ഉള്ളറകളിലേക്ക് കടക്കുവാനുള്ള താല്പര്യം ഒരു ശാസ്ത്രജ്ഞനാകാനുള്ള ത്വരയും മനസ്സിലെത്തിച്ചു. BSc ഫിസിക്സ് കഴിഞ്ഞു, പിന്നെ ഫിസിക്സിൽ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തു. അപ്പോൾ അന്നത്തെ ഒരു അംബീഷൻ എന്തായിരുന്നു? ആരാകാനായിരുന്നു ആഗ്രഹം? ഞാൻ കോളേജിൽ പഠിച്ചിരുന്നപ്പോഴൊക്കെ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു സയൻറ്റിസ്റ്റ് ആവുക. ലീഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് ISRO, BARC അങ്ങനെയുള്ള ഏതെങ്കിലും ലീഡിങ് ഇൻസ്റ്റിറ്റ്യൂഷനിലൊരു സയൻറ്റിസ്റ്റ് ആവാനായിരുന്നു ആഗ്രഹം. പക്ഷെ പാരൻസ് അവരുടെ ആഗ്രഹം ഒരു സ്കൂൾ മാഷായി കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഒരു ബാങ്ക് ജീവനക്കാരനായി കിട്ടിയാൽ മതി. കാരണം അങ്ങനെ വരുമ്പോൾ വീട്ടിലെ കൃഷി നോക്കാലോ, അല്ലെങ്കിൽ അതും കൂടെ കൊണ്ട് കിടക്കാലോ എന്നൊക്കെയായിരുന്നു പാരൻസിൻ്റെ ആഗ്രഹം. പക്ഷെ എൻ്റെ ആംബിഷൻ വ്യത്യസ്തമായിരുന്നു. കോളേജിലെത്തിയപ്പോഴും ഫിസിക്സിനോട് തന്നെയായിരുന്നു താല്പര്യം? ഫിസിക്സ് എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റായിരുന്നു. അതുകൊണ്ട് പഠിപ്പ് വലിയ മോശമില്ലാത്ത മാർക്ക് കിട്ടിയിരുന്നു. BScക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു, MScക്ക് സെക്കൻഡ് ക്ലാസ്സേ കിട്ടിയുള്ളൂ. പക്ഷെ എന്നാലും അന്ന് ഇന്നത്തെ മാതിരി വാരിക്കോരി ഫസ്റ്റ് ക്ലാസ് ഒന്നും കൊടുക്കില്ല. വളരെ കുറച്ച് പേർക്കൊക്കെയാണ് ഫസ്റ്റ് ക്ലാസ്സൊക്കെ കൊടുക്കുള്ളൂ. പഠിത്തം കഴിഞ്ഞ് ആദ്യം എത്തുന്നത് തിരുവനന്തപുരത്താണ്.
പ്രതിമാസം 150 രൂപ ശമ്പളത്തിൽ ഒരു സൂപ്പർവൈസർ ജോലി. കണക്കെഴുത്തായിരുന്നു പ്രധാനം. പിന്നെ ഇലക്ട്രിക് കമ്പോണന്റുകൾ വിളക്കി ചേർക്കലും. പക്ഷേ അത് കൊച്ചൗസേബിന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവായി എന്ന് പറയാം. സൂപ്പർവൈസറി ട്രെയിനി അത് അവർക്കാണെങ്കിൽ അന്നത്തെ സ്റ്റൈപ്പൻഡ് 150 രൂപയാണ് അന്ന് സ്റ്റൈപ്പൻഡ്. പക്ഷെ അന്നത്തെ കാലത്ത് അത് കുഴപ്പമില്ല. പക്ഷെ ഞാൻ പിന്നെ കിട്ടിയ ജോലിക്ക് പോയി. കാരണം നാട്ടിൽ എന്താ പറയുക, ജോലിയില്ലാതെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും ചോദിക്കും, ജോലിയൊന്നും ആയില്ലേ. കിട്ടിയ ജോലിക്ക് കയറി. ആ കമ്പനിയിലെ സൂപ്പർവൈസിംഗ് എന്ന് പറയുമ്പോൾ അത് എന്ത് തരം ജോലിയായിരുന്നു? കണക്കെഴുത്തോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നോ? ഞാൻ ഇവിടെ സൂപ്പർവൈസറി ട്രെയിനി ആയിട്ട് കയറിയെങ്കിലും പിന്നെ എനിക്ക് പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ഉള്ള കാരണം കൊണ്ട് എന്നെ അവരുടെ R&D ഡിവിഷനിലേക്ക് എന്നെ മാറ്റി. അതെനിക്ക് വലിയൊരു ഗുണം ചെയ്തു. അങ്ങനെയാണ് സ്വന്തമായിട്ട് തുടങ്ങാനുള്ള ഒരു ആത്മധൈര്യം കിട്ടിയത് അവിടെ നിന്നായിരുന്നു. ജോലി രാജിവെച്ച് തിരുവനന്തപുരത്ത് നിന്നും മടങ്ങിയെത്തിയ ജോസഫ് പിന്നെ സ്വന്തമായി സ്റ്റെബിലൈസർ എന്ന നിലയിലേക്ക് മാറി ചിന്തിച്ചു. അങ്ങനെയാണ് 35 വർഷം മുമ്പ് 1977 2 ജോലിക്കാരുമായി വി-ഗാർഡ് എന്ന പ്രസ്ഥാനം നിലവിൽ വന്നത്. അത് ചെറിയ ലെവലിൽ ജസ്റ്റ് 2 ജോലിക്കാർ ചെറിയൊരു ഷെഡ് വാടകയ്ക്ക് എടുത്ത് അങ്ങനെ. അപ്പോൾ എൻ്റെ ആഗ്രഹം ഇത്രയേ ഉള്ളൂ. അതായത് ഞാൻ അവിടുന്ന് പിരിഞ്ഞു പോരുമ്പോൾ എനിക്ക് ശമ്പളം ഏകദേശം ഒരു 800 രൂപ ശമ്പളം ഉണ്ടായിരുന്നു. ഞാൻ ഓർത്തത് ഇത്രയേ ഉള്ളൂ, ഒരു 10-50 സ്റ്റെബിലൈസർ വിൽക്കാൻ പറ്റിയാലേ ഈ 800 രൂപയെക്കാളും കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ അന്ന് തുടങ്ങുന്ന സമയത്ത് ബാച്ചിലറായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ ആത്മധൈര്യം വേറെ. വിവാഹം കഴിഞ്ഞതോടെ ജീവിതത്തിന്റെ സാങ്കത്യം മനസ്സിലാക്കി അധ്വാനവും അർപ്പണതയും സമന്വയിപ്പിച്ച കൊച്ചൗസേഫ് കേരളത്തിൽ നിലനിന്നിരുന്ന സാഹചര്യങ്ങൾ മനസ്സിലാക്കി സ്റ്റെബിലൈസർ വിപണി കീഴടക്കുകയായിരുന്നു. സ്വന്തം നിലയ്ക്കപ്പുറം സ്ത്രീ കൂട്ടായ്മയിലും മടങ്ങളോടനുബന്ധിച്ചുള്ള തൊഴിൽശാലകളിലും ഈ ടെക്നോളജി പകർന്ന് ഉൽപാദനം 10 മടങ്ങാക്കി. 80s-ലും 90s-ലും കേരളത്തിലൊരു ഗൾഫ് ബൂം ഉണ്ടായിരുന്നു. ധാരാളം പേര് ഗൾഫിൽ പോവുക, തിരിച്ച് അവർ ഫ്രിഡ്ജ് വാങ്ങിക്കുന്നു. അന്ന് TV ഉണ്ടായിരുന്നില്ല ആദ്യം. അപ്പോൾ അതിന് സ്റ്റെബിലൈസർ വേണം. അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോഴേക്കും കേരളത്തിൽ TV വന്നു. ആദ്യമായിട്ട് സ്റ്റെബിലൈസർ നിർമ്മിക്കുമ്പോൾ തന്നെ വി-ഗാർഡൻ തന്നെയായിരുന്നു അതിൻ്റെ പേര്. ഞാൻ ഈ വി-ഗാർഡ് എന്നുള്ള പേര് സെലക്ട് ചെയ്തത് അങ്ങനെ അധികം ചിന്തിച്ചിട്ടൊന്നുമില്ല. നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്നു 230 വോൾട്ടിനെ 230 V എന്ന് പറയും. അപ്പോൾ വോൾട്ടേജിൻ്റെ ഷോർട്ട് ഫോം V, പിന്നെ സ്റ്റെബിലൈസർ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഗാർഡ്. വളരെ ചെറിയ രീതിയിൽ ആരംഭിച്ച ഒരു ബിസിനസ് അത് ഇന്ന് എത്തി നിൽക്കുന്ന പോലെ തന്നെ വളരെയധികം ജനകീയമായി, ഒരുപാട് വിപുലമായി. അതിലേക്ക് എങ്ങനെയാണ് വരുന്നത്? വളരെ ചെറിയ ലെവലിൽ തുടങ്ങി. പിന്നെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കേണ്ട ഒരു സ്റ്റേജ് വന്നപ്പോൾ ചില്ലറ ലേബർ പ്രോബ്ലംസും സ്ഥാപനത്തിനകത്ത് തലപൊക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ഇതിന് വേറൊരു മാർഗം ഉണ്ടോ എന്ന് ആലോചിച്ചപ്പോൾ കുറേ വിമൺ സൊസൈറ്റി പോലെയുള്ളവരെ എൻകറേജ് ചെയ്ത് നമ്മളവർക്ക് ടെക്നോളജി കൊടുത്ത്, അവർക്ക് റോ മെറ്റീരിയൽ കൊടുത്ത്, അവിടെ നമ്മുടെ സൂപ്പർവൈസേഴ്സിനെ അയച്ച് അവിടുന്ന് പ്രൊഡക്ഷൻ എടുക്കാൻ തുടങ്ങി. അതൊരു വിജയമായിരുന്നു. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടായിരുന്നു വളർച്ച. പക്ഷെ ഒരു കാര്യമുള്ളത്, എവരി ഇയർ നല്ലൊരു ഗ്രോത്ത് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് 35 വർഷം എടുത്തു അതല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും ഈ സ്റ്റേജിൽ എത്താനായിട്ട്. അങ്ങനെ 35 വർഷത്തെ വളർച്ചയുടെ കഥ പറയുമ്പോഴേക്കും കൊച്ചൗസേഫ് എന്ന മാതൃകാ സംരംഭകന് നിഷ്ഠയുടെ ഓഫീസ് സമയം അടുത്തിരുന്നു. അഭിമുഖം പകുതിയാക്കി ഓഫീസിലേക്ക്. രണ്ട് ആൺമക്കളും ബാംഗ്ലൂരിലും കൊച്ചിയിലുമായി ഓഫീസ് കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോൾ ഔസേഫ് തികഞ്ഞ ലാഘവത്തോടെ ഈ പതിവ് യാത്രയിലാണ്. അതിലൂടെ കൊച്ചി നഗരത്തിന്റെ അനുദിന അതിവേഗ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുക കൂടിയാണ്. പരോക്ഷമായി ഈ വളർച്ചയ്ക്കും വികസനത്തിനും കാരണക്കാരനായ കൊച്ചൗസേഫിന് ഈ യാത്രയിലും തിരക്ക് തന്നെ. ടാബ്ലറ്റിലൂടെ അത്യാവശ്യ വിനിമയങ്ങൾ, ഒപ്പം ഫോൺ കോളുകളും.
വെണ്ണലയിലെ കോർപ്പറേറ്റ് ഓഫീസ് ആസ്ഥാനത്തേക്ക്. തികച്ചും മാതൃകാപരവും ആശ്ചര്യദായകവുമാണ് ഈ ഓഫീസ് സമുച്ചയം. പ്രകൃതിയുടെയും പൂക്കളുടെയും ഉടയാടയണിയിച്ച ഒരു 12 നില മന്ദിരം. ഓഫീസിലെത്തി അത്യാവശ്യ തിരക്കിലേക്ക്. സെക്രട്ടറി ജോണിനോട് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ. പിന്നെ തന്റെ മേൽനോട്ടം കടന്നു ചെല്ലേണ്ട മേഖലകളിലേക്ക്. ആ പഴയകാല പറപ്പൂർക്കാരനിൽ നിന്നും കാലം കൊണ്ടുചെന്നെത്തിച്ച മാറ്റം മാത്രമല്ല 1000 കോടി ടേൺ ഓവർ കടക്കുന്ന സംരംഭക മേധാവിയിലേക്ക്. മറിച്ച് സ്വന്തം അധ്വാനവും കരുതിക്കൂട്ടിയ സഞ്ചാരവുമാണ് കൊച്ചൗസേപ്പിനെ ഈ നിലയിലേക്ക് എത്തിച്ചത്. അത് തുറന്നു പറയുവാനും ലാളിത്യത്തിന്റെ മനം പേറുന്ന ഈ ദിഷാശാലിക്ക് മടിയില്ല. 80കളുടെ അവസാനത്തോടെയാണ് ബിസിനസ്സിൽ ഒരു വളർച്ച ഉണ്ടായതെന്ന് പറഞ്ഞു. പിന്നീടുള്ള വളർച്ച എങ്ങനെയായിരുന്നു? വളർച്ചയെപ്പറ്റി പറയുമ്പോൾ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ ഏതൊരു സ്ഥാപനവും വളരണമെങ്കിൽ അതിൻ്റെ ലീഡറും ഒപ്പം വളരണം എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എഫേർട്സ് എടുത്തു. ഫോർ എക്സാമ്പിൾ, ഞാനൊരു മാനേജ്മെൻറ്റ് സ്റ്റഡീസൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല തുടക്കത്തിൽ. അതുകൊണ്ട് തന്നെ ഞാൻ പല ട്രെയിനിങ് പ്രോഗ്രാംസും അറ്റൻഡ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, അത് സ്പോക്കൺ ഇംഗ്ലീഷ് ആണെങ്കിൽ ശരി, അത് റിട്ടൺ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് കോഴ്സുകൾ, ഈവൺ മിനി മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഞാൻ സ്വയം വളരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം ഒരു കാരണം ഈ സ്ഥാപനം ഇത്ര വളർത്തിക്കൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിച്ചത്. ഇങ്ങനെയുള്ള ഈ വളർച്ചയിൽ അങ്ങേക്ക് സ്വയം അതിശയം തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഈ ബ്രാൻഡ് ഇത്ര വലുതായിട്ട് വളരുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അന്നത്തെ ലെവൽ വെച്ചിട്ട് മുന്നോട്ട് പോകണമെന്ന് മാത്രമേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പടിപടിയായിട്ട് വളർച്ച നേടാൻ പറ്റി എന്നുള്ളൊരു അഭിമാനമുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ പൊതുവേ ഇൻഡസ്ട്രീസ് കുറവാണ്. അപ്പോൾ കേരളത്തിൽ വളരുമ്പോൾ പ്രത്യേകിച്ച് എല്ലാവരും എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇതിപ്പോൾ ഞാൻ ബോംബെയിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ ഗാർഡ് 1000 കോടി ക്രോസ് ചെയ്തെന്ന് പറയുന്നത് അത്ര വലിയ സംഭവമൊന്നുമല്ല ബോംബെയിലാണെങ്കിൽ. പക്ഷെ ഇവിടെ കേരളത്തിൽ അതൊരു സംഭവമാണ്. അതെ, കേരളത്തിൽ അത്തരം ഒരു സംഭവം തീർത്തെടുത്ത ഈ പ്രതിഭ ഇന്ന് ഒരു വ്യവസായി എന്ന നിലയിലല്ല അറിയപ്പെടുന്നത്. സാമൂഹിക സ്നേഹി, ജീവകാരുണ്യ പ്രവർത്തകൻ, നാടിൻ്റെ ഹൃദയസ്പന്ദനങ്ങളിലേക്ക് സ്വയം കടന്നു ചെല്ലുന്ന രാജ്യസ്നേഹി, അങ്ങനെ പലതുമായി കഴിഞ്ഞു. അറിയിക്കുന്നവന് സ്വന്തം ഹൃദയം പോലും നീട്ടുന്ന എളിമയുടെ ആൾരൂപമായി മാറിയിരിക്കുന്നു. സ്വന്തം വൃക്ക പോലും ദാനം ചെയ്ത് സ്വാർത്ഥതയുടെ സമകാലിക ലോകത്ത് ശിവചക്രവർത്തിയുടെ പിൻതലമുറയിലേക്ക് എത്തുകയാണ് കൊച്ചൗസേപ്പ്. ആ വഴികളും വിശേഷങ്ങളും അടുത്ത ആഴ്ച.